ശീതലേട്ടാ എന്താ അവിടെ നോക്കി കാണുന്നത്? ഞാനവിടെ ഒരു വാഴ കുറച്ച് നിൽക്കണ്ടാവുന്ന ഇങ്ങനെ നോക്കിയതാണ്. വാഴക്കൊല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവളുടെ കെട്ടിയ പ്യാരി ഇട്ടിട്ട് പോയപ്പോ തുടങ്ങിയതാ അവളുടെ ഇളക്കവും നിങ്ങളുടെ ഒരു നോട്ടം. 24 മണിക്കൂർ അവിടെ തന്നെയാണല്ലോ. നീ എന്ത് കണ്ടെന്നടി? ഞാനെല്ലാം കാണുന്നുണ്ട്. എന്ത് നീ കണ്ട്? എല്ലാം കാണുന്നുണ്ട്. ആ കണ്ടെങ്കിൽ നന്നായി. എന്താ ഇത്ര വിഷമാണ് കാര്യം ചെയ്യും? നിങ്ങൾ അവിടെ പോയി താമസിച്ചോ? പോണെങ്കിൽ പോടി ഞാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ, പെട്ടുപോയില്ലേ. ഒരു പെടലുമില്ല. എന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിച്ചൊക്കെ തന്നിട്ടേ നിങ്ങൾ അങ്ങ് പോയിക്കോ. നിന്റെ എന്ത് മേടിച്ചത്? 4 വള സ്വർണ്ണോ? എന്നാ അത് നിന്റെ പറമ്പിൽ തന്നെ കിടക്കുന്നുണ്ട് സിമെന്റ് മണലായിട്ട്. സിമെന്റ് മണലല്ലേ വീട് വെക്കുന്നുണ്ട് എവിടെ? ഇതൊക്കെ തന്നെയാണ് നിന്നൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത്. നീയൊക്കെ 4 ദിവസം പണിയില്ലാണ്ടാവുമ്പോ കണക്ക് വെക്കാൻ തുടങ്ങും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണോ? ആദ്യത്തെ ചപ്പാക്കുട്ടി ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തൊന്ന് കേട്ടോ, മര്യാദ സംസാരിക്കരുത്. ഞാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാം നിങ്ങളെ. അങ്ങനെ പല സ്ത്രീകൾ കാണും, പല കുടുംബക്കാരും. നിങ്ങളെ കണ്ടറിയാം നിങ്ങളുടെ കുടുംബത്തിൽ അതൊക്കെയാണ് നടക്കുന്നത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല സാറേ. അറേഞ്ച്ഡ് എന്ന് ഒരു മര്യാദ വേണ്ടായോ? എന്റെ സരസ്വതി, അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബക്കാരും ബന്ധുക്കാരും ചേർന്ന് നടത്തിയ വിവാഹമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനങ്ങനായിരുന്നു അർത്ഥം. അറേഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ്. ഇത്രയും ചേരേണ്ട അറേഞ്ച് മാറിയില്ല. തള്ളേനെ മാറ്റി വേറെ പെണ്ണ് കിട്ടും. ഞാൻ കാണിച്ച പോലെ സ്വൈര്യം കിട്ടും. ആ കച്ചറോടൊന്നും വർത്താനം പറയണ്ട. ഞാൻ അനുഭവിച്ചാൽ നിങ്ങൾ നീ അനുഭവിക്ക. ഇനി കിടക്കണല്ലോടാ. നീ ഇങ്ങനെ മുട്ടിലറിയണ ഞാൻ കാണൂടാ. ഞാൻ പറഞ്ഞത് തന്നെ താൻ തിരിച്ചിങ്ങോട്ട് വേഷം കെട്ടെടുക്കണ്ട. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്താണ് നിൽക്കണത്. സമാധാനായില്ലേ എനക്കൊക്കെ? 2ാം കെട്ടല്ല 3ാം കെട്ട് കെട്ടുകോ? തൊട്ടടുത്തുനിന്ന് കെട്ടിട്ട് കുടുംബത്തിന്റെ മാനം കളയിച്ചില്ലേ ഇപ്പൊ എല്ലാവരും? ഒന്നത് അയൽവക്കം ഇങ്ങനെയല്ലേ, പിന്നെ നമ്മളെങ്ങനെ ഞങ്ങൾക്കൊന്നും ഈ അച്ചടത്തരം അറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, പ്രായത്തിന്റെ ബഹുമാനം. ഈ പ്രാന്തന്മാരോട് വർത്താനം പറയാൻ പോകും. ഇന്ന് വൈകിട്ടേ ഇവിടെ വായനശാലയുടെ വക എനിക്കൊരു ആദരവൊക്കെ തരണുണ്ട്. ഇന്ന് ആ ഫംഗ്ഷന് ഞാനൊന്ന് കെട്ടിക്കൊണ്ട് പോയിട്ട് കൊടുക്കാന്ന് പറയാളി എൻ്റെ അടുത്ത്. അയ്യോ വേണ്ട, ഇപ്പൊ കിട്ടിയതേ ഉള്ളു. അതിന് കെട്ടി കൊതി പോലും തീർന്നിട്ടില്ല. എന്തൊക്കെയാണ് ഞങ്ങള് നോക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചോണ്ടില്ല. ഇതിനിപ്പോ അവന് തന്നെ ഇനി സ്ഥിരം കെട്ടാലോ. ഞാൻ ഇന്ന് ഒരു ദിവസം ഒന്ന് കെട്ടിയിട്ട് കൊണ്ടുതരാന്ന് പറയണേ. ഞാൻ ചോദിച്ചിട്ട് തരാന്ന്. ഇപ്പൊ ഇങ്ങതാ. ഓ പിന്നെ കുളിക്കാൻ ചൂടുള്ളേ. ആ ഏട്ടാ, പിന്നെ ക്ലീറ്റോ ചേട്ടൻ പറയണേ, ഇന്ന് വൈകിട്ട് നമ്മുടെ അപ്പുറത്തെ വായനശാലയില്ലേ, അവിടെ ക്ലീറ്റോ ചേട്ടനെ ആദരിക്കുന്നുണ്ട്. അപ്പൊ വാച്ചൊന്ന് കെട്ടിയിട്ട് കൊണ്ട് തന്നാ മതിയാ. ക്ലീറ്റോ ചേട്ടന് കെട്ടിയിട്ട് നല്ല ചേർച്ചയുണ്ടല്ലേ? അയ്യേ, എനിക്ക് ഇത് എടുത്തോളാനൊന്നും വേണ്ട. ഞാൻ ഇന്നത്തെ ഫംഗ്ഷൻ ഒന്ന് കെട്ടിയിട്ട് അങ്ങ് തരാം. കൊള്ളാം. പക്ഷെ നല്ല ഒറിജിനലാണിത്. സാധനം കൊള്ളാം കേട്ടോ എന്തായാലും. പിന്നെ പിന്നെ നല്ലതാനാ. നല്ല പിടിച്ചു കിടക്കും. പക്ഷെ അത് ഞാൻ പറയില്ലേ, SI വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ വാങ്ങിച്ചെന്നേ. അല്ല കയ്യിലൊക്കെ നല്ല ഇതുണ്ടല്ലേ, ഊരിയെടുക്കാനൊക്കെ നല്ല ഇതാണല്ലേ. നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എനിക്ക് പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ കുറെ സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്താ അത് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തോ. ക്ലീറ്റോ കളിക്കല്ലേ ക്ലീറ്റോ. അതക്കൂടെ വിടാം. അത് എഴുതണ എന്താന്ന് പറഞ്ഞു എഴുത്, ഇല്ലെങ്കിൽ അത് മനസ്സിലാവൂല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാം. നീ പറ എന്താണ് ക്ലീറ്റോ കല്യാണ സർട്ടിഫിക്കറ്റ് വേണോന്ന്. കല്യാണ സർട്ടിഫിക്കറ്റ്? ആരുടെ കല്യാണ സർട്ടിഫിക്കറ്റ് വേണമെന്ന്? നിനക്ക് എന്തിന്റെ കുഴപ്പം? നമ്മൾ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ച സർട്ടിഫിക്കറ്റ് വേണോന്ന്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടോ? മാരേജ് സർട്ടിഫിക്കറ്റ് അതാണല്ലോ നീ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിനക്ക് അതുകൊണ്ട് എന്താണ് അത്യാവശ്യം? ആരെങ്കിലും പറഞ്ഞാ നീ എന്റെ ഭാര്യയല്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അത്യാവശ്യം വരുമ്പോഴാണോ ക്ലീറ്റോ ഒരു സാധനം മേടിക്കുന്നത്? മരിച്ചടക്കുമ്പോഴാണോ ശവപ്പെട്ടി ഓടിക്കാൻ? പിന്നെ ശവപ്പെട്ടിയും പാടിച്ച് കുഴി എടുത്തു വെച്ചിട്ടാണ് മരിക്കണ എല്ലാരും? അതല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു അത്യാവശ്യം. എന്താണ് സത്യത്തില് നിനക്ക് എന്തോ കനകം പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞത്. ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ പള്ളി എങ്ങനെ മറ്റേ രജിസ്റ്ററിന്റെ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാര് അവർക്ക് ഇത് കൊടുക്കുന്നില്ല, സ്വത്ത് കൊടുക്കണില്ല. എന്ത് ചെയ്യും? അങ്ങനെ എങ്ങാനും എനിക്ക് വന്ന ഭയങ്കര പ്ലാനിങ് ആണ്. ആങ്ങളെയും പെങ്ങളെയും കൂടെ എന്നെ കൊന്നിട്ട് എന്റെ സ്വത്തിന്റെ വീതം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലേ? എന്തൊരു ചിന്തയാണ് നിങ്ങളെയൊക്കെ. അതല്ല പറഞ്ഞത്. പിന്നെന്തോ നീ മരിച്ചു പോയാൽ അങ്ങ് പോകും. അത്രേ ഉള്ളൂ.
ഓരോ ആവശ്യമായിട്ട് പഞ്ചായത്തിൽ ചെന്നിട്ട് യവന്മാരാകുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. എല്ലാം നമ്മളെ പാർട്ടിക്ക് എതിരായിട്ടുള്ളവന്മാരാണ് അവിടെ ഇരിക്കണം. പിന്നെ ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവൻ്റെയൊക്കെ മുമ്പ് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ